ടൊയോട്ട സർവീസ് ചെയ്തു. ഇന്നലെ ടൊയോട്ടയുടെ കാർ സർവീസ് ചെയ്ത് ഇപ്പം ഞാൻ കാറ്റടിക്കാനായിട്ട് ഇവിടെ പമ്പിൽ വന്നപ്പോൾ അതിലൊരു ക്യാപ്പില്ല. മറ്റേ വീൽ കപ്പിൽ വീൽ 4 ഫ്രണ്ടിലെ റൈറ്റ് സൈഡ് ഡ്രൈവർ സൈഡിലെ വീലിലെ ക്യാപ്പില്ല. അവരാ ഊരി മാറ്റി. അവർ കാറ്റ് ഒരിക്കലും അടിക്കാറില്ല. പിന്നെ എന്തിനാ അവർ ക്യാപ്പ് ഊരി മാറ്റണമെന്ന് മനസ്സിലാവുന്നത്. കാറ്റില്ല. കാറ്റ് 28, 29 ഒക്കെ ഉള്ളൂ. ഞാൻ ഒക്കെ 29, 30 ഉള്ളൂ. ഞാൻ 2 ആഴ്ച മുമ്പ് അടിച്ച് 32 ഇട്ടത്. അത് 30 29, 30 ആയിട്ട് 3 ആഴ്ച മുമ്പ് അടിച്ചിട്ട് അത് 29, 30 കുറഞ്ഞിട്ടുണ്ട്. 30, 31 ആയിട്ട്. അപ്പം അവർ കാറ്റടിച്ചിട്ടില്ല, അത് ഉറപ്പാണ്. പിന്നെ എന്തിനാണ് അവർ ക്യാപ്പ് ഊരി മാറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. സാധാരണ ആളുകൾ ക്യാപ്പ് ഊരി മാറ്റുന്നത് കാറ്റടിക്കുകയാണെങ്കിൽ എങ്ങാനും ഇടാൻ വിട്ടുപോവാം. ഇത് കാറ്റും അടിച്ചിട്ടില്ല, അവർ ക്യാപ്പ് മാത്രം ഊരി മാറ്റിയേക്കണം ഡ്രൈവർ സൈഡിൽ ടൊയോട്ടയിൽ. ഓരോ ഉടായ്പാണ്. ഇനിയിപ്പോൾ ക്യാപ്പ് കിട്ടണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഇവിടെ പോകണം. ഇൻഫോ പാർക്കിൻ്റെ വണ്ടിയാണല്ലോ ഈ വണ്ടി. ഞാൻ അന്ന് പറഞ്ഞത് ഇപ്പോൾ സമയത്ത് 8:20 ഉണ്ട്. അപ്പോൾ 8:15 നമുക്ക് കഴിയുമ്പോൾ എല്ലാ ദിവസവും കൊഞ്ചേരുന്നുണ്ട് ഇൻഫോ പാർക്കിൽ. എനിക്കറിയാം ഇൻഫോ പാർക്കിലെ സ്റ്റാഫായിരിക്കും കേട്ടോ കൂടുതലും. കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. അതെനിക്ക് തോന്നുന്നു മൂവാറ്റുപുഴയെന്നാണോ കൊതമംഗലത്തുനിന്നാണോ എന്നറിയില്ല. അങ്ങോട്ട് പോകാൻ കുറച്ചും കൂടി എളുപ്പം. ഒരു സൈഡ് ക്ലിയർ ആയാൽ മതി. ക്രോസ് ചെയ്യണമെങ്കിൽ 2 സൈഡിലെ ഡോറും ക്ലിയർ ആവണം. ആദ്യത്തവണ എല്ലാം തോന്നുന്നു ടൊയോട്ടയിൽ ആ ക്യാപ്പ് ഊരി കളയുന്ന പരിപാടി ഇതിനു മുമ്പ്. എന്നിട്ട് ഞാൻ ഇതിനു മുമ്പ് സർവീസിന് കൊടുത്തുള്ള ഒരു ക്യാപ്പ് ഊരിയിട്ട് ഞാൻ വേറെ ആരെ കോളേജിൽ റണ്ടർ ചെയ്യുന്ന ക്യാപ്പ് മാറ്റിയിടുകയാണ്. അവരെന്തിനാ ക്യാപ്പ് ഊരണം? കാരണം അവർ കാറ്റടിക്കണില്ല. കാറ്റടിക്കണമെങ്കിൽ മാത്രമേ ക്യാപ്പ് ഊരേണ്ട ആവശ്യമുള്ളൂ. കാറ്റ് ഞാൻ അടിച്ചാൽ അത് കഴിയ ലെവലിൽ തന്നെ കിടക്കണം. ടൂവീലറുകാരനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ വേണമെങ്കിൽ കുത്തിക്കയറ്റി കൊണ്ടുവരും. പ്രത്യേകിച്ചും കൊട്ടേഷൻ ടൂവീലറാണെങ്കിൽ അവൻ 100% കുത്തിക്കയറ്റി കൊണ്ടുവരും. ഈ ദുബായ് പോർട്ട് ഇവിടെ കൊച്ചിയിൽ വന്നേക്കണ പണ്ട് ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നേക്കണല്ലോ. ലിവന്മാരെ കെട്ടിക്കണം അവിടെ നിന്ന്, കേരളത്തിൽ നിന്ന്. പണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടാണ് അവന്മാരെ. പിന്നെ മഹാത്മാഗാന്ധിയൊക്കെ വേണ്ടി വന്ന് കെട്ടിക്കാനായിട്ട്. ഇപ്പോൾ ഇവന്മാരെ കെട്ടിക്കണം. കാരണം ഇന്ത്യയിലെ പോർട്ടും എയർപോർട്ടും സീപോർട്ടും അത് ഇന്ത്യക്കാരന് കൺട്രോൾ ചെയ്യാനുള്ള, അല്ലാതെ അത് വിദേശിക്ക് കൺട്രോൾ ചെയ്യാനുള്ളതല്ല. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കള്ള സർക്കാർ അന്ന് ഒരു നിയമവും ചെയ്തില്ല. മറ്റൊരു അമേരിക്കയിലൊക്കെ അവർ ജോർജ് ബുഷ് കുഴപ്പമില്ല എന്ന് പറഞ്ഞെങ്കിൽ അവിടുത്തെ സെനറ്റും കോൺഗ്രസും
കമ്പനി ബില്ല് അടുപ്പിച്ചില്ല. അപ്പം തന്നെ അവന്മാർ നിയമം ഇട്ടു. ഞാൻ വീൽ ക്യാപ്പ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഈ വീലിൽ കാറ്റ് അടിക്കണ സ്ഥലത്തുള്ള ക്യാപ്പ്. ഇതിനു മുമ്പ് അതെ പല തവണ ഈ ടൊയോട്ട കൊണ്ട് കൊടുക്കുമ്പോൾ ക്യാപ്പ് അവന്മാർ പോയി കളയാറുണ്ട്. അവന്മാർ ഒരു തവണ പോലും കാറ്റ് അടിച്ചിട്ടില്ല. എന്തിനാ അവർ തന്നെ ക്യാപ്പ് വരണമെന്ന് മനസ്സിലാവാം. ഇതവർ ഒരു തവണ പോലും അവർ കാറ്റടിച്ച് ഞാൻ കണ്ടിട്ടില്ല. സാധാരണ കാറ്റടിക്കാനാണെങ്കിൽ പിന്നെ കാറ്റടിച്ച് കഴിഞ്ഞിട്ട് മറന്നു പോയതാന്ന് വെച്ചാൽ ഇതങ്ങനെയല്ല, ഒരു ഒരിക്കലും കാറ്റടിക്കാറില്ല അവർ. കാറ്റ് മിക്കവാറും സർവീസ് ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ എല്ലാ തവണയും ചെക്ക് ചെയ്യാറുണ്ട്. ഒരു തവണ പോലും കാറ്റുണ്ടാവാറില്ല ഈ ഒറ്റ സർവീസ് കഴിഞ്ഞ് കിട്ടുമ്പോൾ. ഞാൻ പിന്നെ ഈ പമ്പിലോ അല്ലെങ്കിൽ ആലിഞ്ചോട്ടിൻ്റെ അവിടെ ഇരിക്കുന്ന ചേട്ടൻ്റെ അടുത്ത് പോയി അടിക്കാറില്ല.